കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 9-ാമത് വാക്യം. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുള്ള വാക്യമാണ്. നമ്മോട് കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും മറുപടിയായി പറയാറുള്ളത്, ഒരിക്കലും മനുഷ്യന് ദൈവത്തെ പരീക്ഷിക്കുവാൻ കഴിയുകയില്ലല്ലോ എന്നുള്ള വാക്കുകളായിരിക്കാം. എന്നാൽ ദൈവത്തെ പരീക്ഷിച്ചതായ അനവധി സംഭവങ്ങൾ തിരുവചനത്തിനകത്ത് ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നുണ്ട്. പലപ്പോഴും നാം ദൈവത്തെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് നാം പോലും തിരിച്ചറിയാറില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സാധുക്കളായ, അർത്ഥപ്പട്ടിണിക്കാരായ, വിശപ്പുള്ളവരായ, ദാഹമുള്ളവരായ, നഗ്നരായ ആളുകളൊക്കെ നമ്മുടെ അരികത്തേക്ക് വരുമ്പോൾ ആ വന്നതാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുള്ള രംഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ നഗ്നനായും ഞാൻ വിശന്നവനായും ഞാൻ രോഗിയായുമൊക്കെ നിങ്ങളുടെ അരികത്ത് വന്നപ്പോൾ ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, നിങ്ങളെനിക്ക് ധരിപ്പാൻ തന്നില്ല എന്ന് പറയുമ്പോൾ മറ്റൊരാളിനോട് പറയുകയാണ്, നിങ്ങളതെല്ലാം തന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്നില്ല എന്ന് പറഞ്ഞവർ ചോദിക്കുകയാണ്, എപ്പോഴാണ് അങ്ങ് ഞങ്ങളുടെ അരികത്ത് വിശന്നവനായി, രോഗിയായി, അതിഥിയായി ഒക്കെ വന്നത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതേ തലത്തിൽ തന്നെ നാമും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നാം ദൈവത്തെ പരീക്ഷിക്കുന്നവരാണോ എന്ന്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിശ്വാസം ദൈവത്തെ പരീക്ഷിക്കുകയാണെന്ന് ഓർപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനകർത്താവും 4-ാം അധ്യായത്തിൽ അത് ഓർപ്പിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിനകത്ത് മറുതലിപ്പ്, ദൈവത്തോടുള്ള മറുതലിപ്പ്, അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. 78-ാം സങ്കീർത്തനം 17-ാം വാക്യം പറയുന്നത് ദൈവത്തെ കോപിപ്പിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. 78-ാം സങ്കീർത്തനത്തിന് 41-ാം വാക്യത്തിൽ വരുമ്പോൾ പിന്മാറുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. 95-ാം സങ്കീർത്തനം 8-9 വാക്യത്തിനകത്ത് ഹൃദയം കാഠിന്യപ്പെടുത്തുന്നത്, ഹൃദയകാഠിന്യം ദൈവത്തോടുള്ള പരീക്ഷയാണ്, ദൈവത്തെ പരീക്ഷിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 106-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിൽ മോഹവും പാപവും അത് നാം ചെയ്യുമ്പോൾ നാം ദൈവത്തെ പരീക്ഷിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ വാക്കുകളെല്ലാം ഓർമ്മപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീരുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. നമ്മോട് പൗലോസ് പറയുകയാണ്, നാം വളരെ ശ്രദ്ധിക്കണം, നാം കർത്താവിനെ പരീക്ഷിക്കുന്നവരായി തീരാതിരിക്കുവാൻ ഉത്സാഹിക്കണം. അങ്ങനെ ചെയ്തവർ നശിച്ചു പോകുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് നാശം ഭവിക്കാതിരിക്കേണ്ടതിന് നാം കർത്താവിനെ പരീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കണമെന്നുള്ള ആഴമായ പഠനവും ചിന്തയും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നാളുകളിൽ ആഴമായി പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവെ, അങ്ങേ പരീക്ഷിക്കുന്നവരായിട്ടല്ല, അങ്ങേ വിശ്വസിച്ച് അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ എന്നെ പ്രാപ്തനാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ.
സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ കർത്താവിനെ പരീക്ഷിച്ച് നശിച്ചു പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നവരെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ ദൈവവചനം കേൾക്കുന്നവരുടെ മേൽ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.